ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ഒരു സംഭവമായിരുന്നു മൈലപ്ര സഹകരണ ബാങ്കിലെ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട്. മൈലപ്ര സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് 2024 മെയ് 3 പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത 553/2024 FIR പ്രകാരം ഒന്നാം പ്രതി ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ, രണ്ടാം പ്രതി മുൻ സെക്രട്ടറി ജോഷുവ മാത്യു, മൂന്നാം പ്രതി ബാങ്കിന്റെ സെക്രട്ടറിയായ ഷാജി ജോർജ് എന്നിവരാണ്. എന്നാൽ ഈ സംഭവത്തിൽ താൻ നിരപരാധിയാണെന്നും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ മനഃപൂർവ്വം കേസിൽ ഉൾപ്പെടുത്തിയതാണ് എന്നും ആരോപിച്ച് മുൻ സെക്രട്ടറിയായ ജോഷുവ മാത്യു ഇപ്പോൾ രംഗത്ത് വരികയാണ്. അധികാര ദുർവിനിയോഗം ചെയ്ത് ഒരു മനുഷ്യനെ എത്രത്തോളം സമൂഹത്തിൽ അവഹേളിക്കാമോ, എത്രത്തോളം മാനസികമായി തകർക്കാമോ, അതിന്റെയൊക്കെ ഏറ്റവും മാക്സിമമാണ് മുൻ സെക്രട്ടറി ജോഷുവ മാത്യു ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകിയും കോടതിയിൽ കേസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ജോഷുവ മാത്യു. FIR പ്രകാരം മൈലപ്ര സഹകരണ ബാങ്കിനെ വിശ്വാസവഞ്ചന നടത്തി പണാപഹരണം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ പത്തനംതിട്ട ബാങ്ക് ഓഫ് ബറോഡ ശാഖയിലുള്ള അക്കൗണ്ടിൽ നിന്നും 1/4/2022 മുതൽ 19/8/2023 വരെയുള്ള കാലയളവിൽ പ്രതികൾ ഒപ്പിട്ട ചെക്കുകൾ ഉപയോഗിച്ച് 2,16,96,806 രൂപ പിൻവലിച്ച് മൈലപ്ര ബാങ്കിന്റെ നാൾവഴി രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ പ്രതികളുടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമായി വിനിയോഗിച്ച് മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിനെ വിശ്വാസവഞ്ചന നടത്തി ചതിച്ച് പ്രതികൾക്ക് അന്യായ ലാഭവും മൈലപ്ര സഹകരണ ബാങ്കിന് അന്യായ നഷ്ടവും ഉണ്ടാക്കി പ്രതികൾ പ്രവർത്തിച്ചു എന്നതാണ് ക്രിമിനൽ കേസ്. എന്നാൽ ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന 1/4/2022 മുതൽ 30/4/2022 വരെയുള്ള ഒരു മാസം മാത്രമേ ജോഷുവ മാത്യു ബാങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാലയളവിൽ ബാങ്ക് ഓഫ് ബറോഡ ശാഖയിൽ നിന്നും പിൻവലിച്ച 5 ഇടപാടുകളിൽ കൂടിയുള്ള 19,70,000 രൂപ ബാങ്കിന്റെ നാൾ വഴിയിൽ വരവ് വെച്ചിട്ടുമുണ്ട്. 22/4/2022 മുതൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്നു ജോഷുവ മാത്യു. ആ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. 18/4/2022 ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നതിനാൽ വാട്സാപ്പ് ത്രൂ ആണ് സസ്പെൻഷൻ വിവരം അറിയിച്ചത്. 16-ാം തീയതി ചേർന്ന യോഗത്തിന്മേലാണ് ഈ തീരുമാനം സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അന്നേ ദിവസം ബാങ്കിൽ ഉണ്ടായിരുന്നതിനാൽ അങ്ങനെ ഒരു കമ്മിറ്റിയോ യോഗമോ നടന്നിട്ടില്ല എന്ന ആരോപണമാണ് ജോഷുവ ഉന്നയിക്കുന്നത്. കമ്മിറ്റി നടന്നതായിട്ടുള്ള വ്യാജരേഖയുണ്ടാക്കി അതിൽ ജോഷുവ മാത്യുവിന്റെ കള്ളയൊപ്പ് ഇടുകയായിരുന്നു എന്നും ജോഷുവ മാത്യു പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യമുണ്ടായിരുന്നിട്ടും മനഃപൂർവ്വം തന്നെ തേജോവധം ചെയ്യുവാനും സമൂഹത്തിൽ ആക്ഷേപിക്കുന്നതിനുമായിട്ടാണ് മുൻ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറായ MP ഹിരൺ കള്ളമൊഴി നൽകി കേസെടുപ്പിച്ചത് എന്ന ആരോപണമാണ് ജോഷുവ മാത്യു ഉന്നയിക്കുന്നത്. 2024 മെയ് 8 കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. മൈലപ്ര സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ, മുൻ സെക്രട്ടറി ജോഷുവ മാത്യു എന്നിവരുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ 18 കോടി രൂപ ജപ്തി ചെയ്തു എന്നതായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം. എന്നാൽ ഈ വാർത്ത തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ജോഷുവ മാത്യുവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വ്യത്യസ്ത കുടുംബങ്ങളിൽ പെടുന്ന 51 പേരുടെ വായ്പകൾക്കാണ് ജപ്തി നടന്നത്. ഇതിൽ മകളുടെ പേരിൽ ഉണ്ടായിരുന്ന 25 ലക്ഷം, 15 ലക്ഷം രൂപയുടെ 2 ലോണുകൾ മാത്രമാണ് ജോഷുവ മാത്യുവിൻ്റെതായി ഉണ്ടായിരുന്നത് എന്നുമാണ് തെളിവുകൾ സഹിതം ജോഷുവ വ്യക്തമാക്കുന്നത്. വ്യാജ വാർത്തകൾ നൽകിയവർക്കെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ടു പോകാനാണ് ജോഷുവ മാത്യുവിന്റെ തീരുമാനം. ഇത്തരത്തിൽ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിച്ചു പോന്നുകൊണ്ടിരുന്ന തനിക്കെതിരെ വ്യാജ പരാതികൾ നൽകിയും വ്യാജ വാർത്തകൾ നൽകിയും എത്രത്തോളം പരമാവധി അപമാനിക്കുകയാണ് ചെയ്തത് എന്ന ആരോപണമാണ് ജോഷുവ മാത്യു ഇപ്പോൾ ഉന്നയിക്കുന്നത്. വ്യാജ വാർത്തകൾ വന്നതിന്റെ പേരിൽ സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ജോഷുവ പറയുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും ബാങ്ക് ജീവനക്കാർക്കെതിരെയും അന്വേഷണം നടത്തി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ജോഷുവ മാത്യുവും കുടുംബവും ഇപ്പം ഉള്ളത്.